ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് പ്രൊപ്പഗേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് മണി പ്ലാന്റ്. എല്ലായിടത്തും കാണും. അപ്പോൾ ഒരു ചെറിയൊരു തണ്ട് വെച്ചിട്ട് നല്ല ബുഷിയായിട്ട് നമുക്ക് മണി പ്ലാന്റ് എങ്ങനെ വീട്ടിൽ വളർത്തിയെടുക്കാം എന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കണ്ടോ, ഇപ്പോൾ ഞാനൊരു മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാണ്. ഒരു ചെറിയ തണ്ടും ഒരു ഇലയും വെച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ മണി പ്ലാന്റ്. അപ്പോൾ കേട്ടോ, ഇങ്ങനെ ഓരോ തണ്ടും ഉണ്ടോ, അത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണല്ലോ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. എവിടെ ചെന്നാലും ഒരു മണി പ്ലാന്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിലൊന്ന് നോക്കും ഇല്ലേ. അപ്പം നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടുന്നത് ഒരു നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡാണ് ഏറ്റവും നല്ല സാധനം കേട്ടോ. അപ്പം അത് ഇപ്പം ഞാനിവിടെ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ എനിക്കിവിടെ ഒരു 4 വെറൈറ്റി മണി പ്ലാന്റാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ഇതൊരു വേറെണ്ണം, പിന്നെ ഇത് ഉണ്ടോ. ഇതിൽ ഈ 2 വെറൈറ്റി വെയിൽ കൊള്ളുന്നതനുസരിച്ച് അതിൻ്റെ നിറം മാറും. തണലത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് കളറായിട്ടും വരും. അപ്പം നമുക്കതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം. 2 ഇലയുടെ നടുവിൽ വെച്ച് കട്ട് ചെയ്യുക. കണ്ടോ, നല്ല ഓരോ ഇലയുടെയും നടുക്ക് 2 ഇലകളുടെ നടുക്ക് വെച്ച് കട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഇലയ്ക്ക് വേറെ ചെറിയ ഇല ആയതുകൊണ്ട് അത് വേണ്ട. അതിൻ്റെ ആ വേരിൻ്റെ ചുട്ടി വെച്ച് അങ്ങ് കട്ട് ചെയ്തു. കണ്ടോ, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച ഇലയുടെ എക്സ്ട്രാ തണ്ട് അതങ്ങ് വെട്ടിക്കളയുക. ഇന്ന ഷേപ്പിൽ വെട്ടണമെന്ന് അങ്ങ് നമുക്ക് നിർബന്ധമില്ല. ഒരു വേരതിലുണ്ട്, ഒരു ചെറിയ തണ്ടിൻ്റെ ഒരു പോർഷനും അത് മതി, ധാരാളം. കട്ടിങ് എങ്ങനെ എത്ര ഡിഗ്രി വേണമെന്നോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെയെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു നൂലോ എന്തെങ്കിലും ഇട്ട് കെട്ടാതെയും വേണേൽ വെച്ചാൽ മതി. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പം ഒരു 10 ദിവസം കഴിയുമ്പോൾ നോക്കിയാൽ കാണാൻ നമുക്ക് നല്ല ഒരു പുതിയ വേരുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് മറ്റതെല്ലാം അതുപോലെ തന്നെ മുറിച്ചെടുക്കാം. ഓരോ തണ്ടും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഗുണമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ നല്ല ബുഷിയായിട്ട് നമുക്ക് ഓരോ ചെടികളും കിളുത്ത് നിൽക്കും കേട്ടോ. നമ്മൾ വള്ളി കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നീളത്തിൽ വള്ളി കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതങ്ങനെ നീണ്ടു പോകും. പിന്നെ അതിന് ശിഖരങ്ങൾ വന്ന് അങ്ങനെ വള്ളി പോലെയായിട്ട് വരും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചെറിയൊരു പോട്ടിനകത്താണെങ്കിൽ പോലും വെച്ചാൽ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ്. പിന്നെ വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ ചെറിയ കപ്പോ അങ്ങനത്തെ ചെറുത് മേടിക്കാൻ കിട്ടുമല്ലോ, ചെറിയ പോട്ടുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിനകത്ത് കുറച്ച് പിന്നെ ചകിരിച്ചോറും ഇതും കൂടെ ഇട്ട് വെച്ചിട്ട് ഒരു ചെറിയ പോർഷൻ ഇതുപോലെ 2 ഇല എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റാണ്. ഞാൻ ബാക്കിയുള്ളതും എല്ലാം അങ്ങനെ മുറിച്ചിട്ട് വരാം. ഇത് ഇച്ചിരി തണ്ട് ഇല അടുത്തടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മുറിക്കാൻ. അപ്പം ബ്ലേഡ് ആയതുകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, കണ്ടോ, നല്ല വേരതിലുണ്ട്. ഓരോ ഇലയും നല്ല ഇതായിട്ട് കണ്ടോ. അതിൻ്റെ ചോട്ടി കണ്ടോ ഒരു വേര്, പിന്നെ ഒരു തളുപ്പും ഉണ്ട് അതിന്. അതുകൊണ്ട് ഞാനത് മുറിക്കുന്നില്ല. അത് 2 ഇലയും കൂടെ ഒന്നിച്ച് വെക്കുക. ഇങ്ങനത്തെ 2 ഇല എടുത്ത് ഒരു ചെറിയ പോട്ടിനകത്ത്, അത് വേണേൽ ഞാനൊരു ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വെക്കുന്നതെന്നും. നമ്മളൊരു പിന്നെ പാർട്ടിയൊക്കെ വരുമ്പം അതിന് വെക്കാനാണെങ്കിൽ, അല്ല പാർട്ടിക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാനാണെങ്കിലും ഗിഫ്റ്റായിട്ട് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഓരോന്നുണ്ടാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടാം. 15-ാം തീയതി മുറിച്ച് വെച്ച പിന്നെ ഇതാണ് അതിൻ്റെ വേര് വന്നിരിക്കുന്നുണ്ടോ. വേരും പുതിയ മുളകളും ഒക്കെ പൊട്ടി വന്നിരിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടോ. നമുക്കിനി മണ്ണിനകത്തേക്ക് കുഴിച്ച് വെക്കാം കേട്ടോ. അതുപോലെ നമ്മൾ 4 വെറൈറ്റി ആയിരുന്നു വെള്ളത്തിൽ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ചെടി നല്ല പുഷ്ടിപ്പെട്ടു വന്നു കണ്ടോ. വേരും മുളയും എല്ലാം വന്നു. ഇപ്പോൾ ഇന്ന് 29-ാം തീയതിയായി. കണ്ടോ,
നല്ല വേരും ഉണ്ടോ, നല്ല സുന്ദര വേരും മുളകളും വന്നിരിക്കുന്നത്. മുളകൾ കാണുന്നുണ്ടോ? ഇത് കണ്ടോ, നല്ല ശിഖരം വന്നുണ്ടോ ഓരോന്നിനും. ഇതുണ്ടോ, നന്നായിട്ട് കാണുന്നുണ്ടോ? ഇനി ഇത് മണ്ണിനകത്ത് എങ്ങനെയാണ് കുഴിച്ച് വെക്കുന്നതെന്ന് പറയാം. നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പം ഒരെണ്ണം നട്ട് കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് ചട്ടി ഇങ്ങനത്തെ ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു നെറ്റ് ഇടും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ചാണകപ്പൊടിയും മണലും കൂടെ നിറച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ്. അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വളമോ എന്തെങ്കിലുമൊക്കെ ഇടാം. ഞാൻ പക്ഷേ എനിക്ക് കിട്ടുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി. അത് തന്നെ ധാരാളം. ഇവിടെ മണി പ്ലാന്റ് നല്ല ആർത്ത് കിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ കൂടുതൽ വളങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വെള്ളത്തിൽ വെറുതെ ഇട്ടാലും കിളുത്ത് വരുന്ന ചെടിയാണ് മണി പ്ലാന്റ്. അപ്പം നമ്മൾ കൂടുതൽ അതിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഓർക്കിഡൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർക്കിഡിന് ഗ്രീൻ കെയറിൻ്റെ ഒരു ഗ്രോത്തും അത് അടിക്കാറുണ്ട്. ആ വളം സ്പ്രേ ചെയ്യുമ്പം ഇതിൻ്റെ ഇലയിലൊന്ന് ഇത് കൊടുക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ കിളുക്കുന്നത്. വേറെ വളമൊന്നും ചെയ്തില്ലെങ്കിലും കിളുക്കുമെന്ന് പറയുമ്പം അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മണ്ണ് നിറച്ചു. ഇത്രയും വലിയ ചട്ടിയുടെ ഒന്നും ആവശ്യമില്ല മണി പ്ലാന്റിന് കേട്ടോ. ചെറിയൊരു ചട്ടി മതി. അപ്പം ഞാൻ തൽക്കാലം ഇതിനകത്തോട്ട് കുഴിച്ച് വെക്കാം, കാണിക്കാം കേട്ടോ. അപ്പോൾ ഏതാ കുഴിച്ച് വെക്കണ്ടേ? ഇത് കുഴിച്ച് വെക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു നൂല് വെച്ച് കെട്ടിയാണ് എല്ലാവരും വെച്ചത് കേട്ടോ. അതിൻ്റെ കെട്ടഴിച്ച് ഓരോന്ന് ഇതുണ്ടോ, നല്ല സൂപ്പർ ഒരു തയ്യൽ. അതിനെ ഇങ്ങനെ ഒരു കുഴുത്തൊഴിച്ച് അതിലാക്കി ഇറക്കി വെച്ചു. നന്നായിട്ട് ഇനി അതവിടെ അങ്ങനെ ഒരു ചെടിയായിട്ട് കിളുത്ത് വന്നോളും കേട്ടോ. കണ്ടോ, ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇവരെല്ലാവരും നല്ല ബുഷിയായിട്ട് അങ്ങ് കിളുത്ത് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു മാസം ഇപ്പോൾ കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പർ തൈയായിട്ട് വരും കേട്ടോ. അതുപോലെ ഇനിയും ഇതെല്ലാം കുഴിച്ച് വെക്കാം. ഈ കാണുന്ന ചെടികളെല്ലാം നമ്മളിപ്പോൾ 1.5 മാസമായ ഇതുപോലെ തന്നെ കുഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ നല്ല ബുഷിയായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ബുഷിയായിട്ട് കിളുക്കുന്നില്ലേ? നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ തണ്ട് മുറിച്ച് ഇനിയും വേറെ കുഴിച്ച് വെക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു വഴി കൊണ്ടുവന്ന് വെച്ചായിരുന്നു ഇതുപോലെ കേട്ടോ. ബുഷിയായിട്ട് വയ്ക്കുക. ഇതിൻ്റെ വേറൊരു തണ്ട് വെച്ചിരിക്കുക ഇവിടെ. എല്ലാം നല്ല നീറ്റായിട്ട് കിളുത്ത് വന്നു. പലരും പറയും മണി പ്ലാന്റിന് പലതരത്തിലുള്ള വളങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പറയാറുണ്ട്. പക്ഷേ ഈ ചെടിക്ക് ഞാൻ മുറിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയെന്ന് തോന്നുന്നു. ഇതൊന്ന് ഞാൻ തണ്ടുകൾ മുറിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ, വേറെ ചെടികൾ കുഴിച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് വെറും വെള്ളം മാത്രം ഒഴിച്ചാണ് കുഴിച്ച് വെക്കുന്നത്. എന്നിട്ട് 1-2 ആഴ്ച കൂടുമ്പം നമ്മൾ ഈ ചെടി ഒന്ന് എടുത്ത് അതിൻ്റെ വേരും കഴുകി പുതിയ വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്നോളും. ഇതിങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനമായത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഒരു പാത്രത്തിനകത്ത് വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണ് കണ്ടോ. നമുക്ക് വേറെ മണ്ണോ ഒന്നും വേണ്ട മണി പ്ലാന്റ് വളർത്തണമെങ്കിൽ. ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഓരോ മണി പ്ലാന്റും ആണ് ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതുണ്ടോ. ഇത് നമ്മൾ ശിഖരങ്ങൾ പിന്നെ നീളം വെക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. 3 ഇലയുടെ 3 തണ്ട് കുഴിച്ച് വെച്ചതാണ്. അത് വളർന്ന് വലുതായിട്ട് വന്നതുണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതിങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ ശിഖരങ്ങൾ വരും. അന്നേരം ഇങ്ങനെ ബുഷിയായിട്ട് നിന്നോളും. ഇത് നമുക്ക് വേറെ ചെടിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പം നമ്മളിങ്ങനെ ഒരു ചട്ടിക്കകത്തെടുത്ത് കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പോട്ടിനകത്തോട്ട് വെച്ച് വീടിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ശേല കാണാൻ ഇതുണ്ടോ. ഇതിൻ്റെ ഇല തന്നെ കണ്ടോ, എന്ത് ഭംഗിയായില്ലേ. ഇത് വളർന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇല കാണാൻ ഭയങ്കര സൂപ്പറായത്. മുറിച്ച് വെച്ച് കുഴിച്ച് വെച്ച് പിന്നെ ഇതാണ്. അത് നല്ലതായിട്ട് വളർന്ന് ഇപ്പം ഞാനിങ്ങനെ വെട്ടാതിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് ഓർത്താണ് ഇത് വെട്ടിക്കളയാത്തെ. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബുഷായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇത് കണ്ടോ, ഞാൻ സിമെൻറ്റ് വെച്ചുണ്ടാക്കിയൊരു പോട്ടാണ്. അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു പഴയ തുണിയും സിമെൻറ്റും ഉണ്ടെങ്കിൽ പിന്നെ 1 കിലോ സിമെൻറ്റും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എത്ര ചട്ടി ഉണ്ടാക്കാമെന്നറിയാം നമുക്കത്. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേര് പിടിപ്പിച്ചെടുത്ത ഒരു സാധനം ഞാൻ മുമ്പേ മണ്ണിനകത്ത് കുഴിച്ച് വെച്ചാൽ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. വേര് പിടിച്ച ഒരു സാധനം ഇങ്ങനെ ഒരു പോട്ടിനകത്ത് മണ്ണ് നിറച്ചിട്ട് അങ്ങനെ ഇതിനകത്തേക്ക് കുഴിച്ച് വെച്ചാൽ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കോ അങ്ങനെ പോകുമ്പം വരുന്ന ആൾക്കാർക്ക് വരുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്. കണ്ടോ, നല്ലൊരു ഭംഗിയില്ലേ. അതിനകത്ത് കുറച്ച് കല്ലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടാഗും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ വരുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും നല്ലൊരു സംഭവമല്ലേ.